ബഹ്റൈനും കുവൈറ്റിനും പിന്നാലെ ഒമാന് നേരെയും ആക്രമണം നടത്തിയെന്ന് ഇറാൻ. സൈനിക ഇടപെടൽ അവസാനിപ്പിക്കാനും ഇറാന്റെ പരമാധികാരം മാനിക്കാനും തയ്യാറായില്ലെങ്കിൽ ഹോർമുസ് തുറക്കില്ല എന്നും ഇറാൻ നിലപാടെടുത്തു. സൈനിക ഇടപെടൽ തുടർന്നാൽ ആഗോള എണ്ണവാതക മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. MC നാസർ കൂടുതൽ വിവരങ്ങളുമായി. MC, അപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാവുകയാണ്. നിഷാദ്, തീർച്ചയായിട്ടും 2 ദിവസം തുടർച്ചയായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. മധ്യസ്ഥ നീക്കങ്ങൾ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. കാരണം ഏറ്റവും അവസാനമായിട്ട് മധ്യസ്ഥ നീക്കങ്ങൾക്ക് മുന്നിൽ നിന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ഖത്തറും മറ്റൊന്ന് ഒമാനുമായിരുന്നു. പക്ഷേ ഈ 2 രാജ്യങ്ങൾക്ക് നേരെയും തുടർച്ചയായിട്ടുള്ള 2 ദിവസം ആക്രമണം നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ രാജ്യങ്ങൾ ഇനി എത്ര കണ്ട് മധ്യസ്ഥ നീക്കങ്ങൾക്ക് മുന്നിൽ നിൽക്കുമെന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ചില ആശയവിനിമയങ്ങൾ അമേരിക്കയുമായും ഇറാനുമായും തുടരുന്നുണ്ട്. അത് പ്രതീക്ഷാ നിർഭരമാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമായിട്ട് ഒരടി മുന്നോട്ട് പോകാൻ ഇരു കൂട്ടർക്കും സാധിക്കാത്ത ഒരവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇറാൻ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിലപാടായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആക്രമണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക, തങ്ങളുടെ പരമാധികാരം അമേരിക്ക മാനിക്കുക. ഈ 2 കാര്യങ്ങൾ, 2 ഉപാധികൾ അംഗീകരിക്കാതെ ഹോർമുസ് തുറക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അതുമാത്രമല്ല, ഒമാനുമായിട്ട് ഒരു ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് 2ാം ദിവസവും ഒമാന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ സംഘർഷപൂർണ്ണമായി തന്നെ തുടരുകയാണ്. ഇന്നിപ്പം കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാനും നേരെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ 2 പക്ഷത്തും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നിഷാദ്, ശരി. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്, ദുബൈയിൽ.